നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ദിവസങ്ങളായി ആവശ്യപ്പെട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ഭിണ്ടി മസാല. ഭിണ്ടി മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മസാലയാണ്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരള രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ താല്പര്യം ആ രീതി ചെയ്യുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ പൊറോട്ട ഈവൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അസലായിട്ടുള്ളൊരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ പുളിശ്ശേരി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ കമൻസ് വായിക്കാൻ തുടങ്ങിയാലോ. ഇന്നും 5 കമൻസ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാൻഡമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ഞാൻ വായിക്കാം. ആദ്യം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അമീന ഷഫീഖ് എന്ന് പറഞ്ഞ കുട്ടിയുടെയാണ്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു. ഞാനിപ്പോൾ US-ലാണ് ഉള്ളത്. മൈ സൺ, അതായത് 10 മാസമാണ് കുഞ്ഞിന്. സ്മൈൽസ് ആൻഡ് റിപ്ലൈ വെൻ യു സേ ഹായ്. 6 months-ലെ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ അവൻ ചിരിക്കുമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ നന്നായി അനങ്ങുമായിരുന്നു. അവൻ കൂടുതൽ കേട്ടിട്ടുള്ള സൗണ്ട് ചേച്ചിയുടെയും അതുപോലെ തന്നെ ഉപ്പുമുളകിൻ്റെയുമാണ്. എനിക്ക് കൂട്ടായിരുന്നു ചേച്ചി. ലവ് യു സോ മച്ച്. ലവ് യു ടു ഡിയർ. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ എന്താ വേണ്ടല്ലേ. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ആരോടെ ചായ എടുക്കുന്നത്. പിന്നെ അടുത്ത കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ശ്യാമിലി എന്ന് പറഞ്ഞ കുട്ടിയുടെയാണ്. ചേച്ചിയുടെ പഴംപൊരി വീഡിയോ കണ്ടു. അന്നത്തെ ചേച്ചിയും ഇപ്പോഴത്തെ ചേച്ചിയും എന്ത് ഡിഫറെൻ്റ് ആണ്. പഴംപൊരി ഉണ്ടാക്കി സൂപ്പർ ആയിരുന്നു കേട്ടോ. ചേച്ചിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് ഡിയർ. നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. തുടക്കത്തിലുള്ള പോലെയല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രായം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ക്വാളിറ്റിയും വ്യത്യാസം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സജിത ധനഞ്ജയൻ്റെയാണ്. ഹായ് വീണ, കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പണ്ട് തറവാട്ടിൽ നിന്ന് കഴിച്ച് കറികൾ കഴിച്ചതുപോലെ തോന്നി. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും നന്നായി വീണ. താങ്ക് യു ഡിയർ. അപ്പോൾ പറഞ്ഞ പോലെ പഴയ തറവാട്ടിലെ രുചികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. പഴയ കാലത്തിലോട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു പോകണ്ടേ, കുറച്ച് നേരത്തേക്കെങ്കിലും വേണ്ടിയിട്ട് അല്ലേ. പിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാനസി അച്ചൂട്ടിയുടെ കമൻ്റാണ്. പൈനാപ്പിൾ പുളിശ്ശേരി റെസിപ്പി കൊള്ളാട്ടോ. ശരിക്കും ഒരു അമ്മ മോളോട് പറഞ്ഞു തരുന്ന ഫീൽ. വീണേച്ചി എനിക്ക് ചേച്ചിയേക്കാൾ ഒരു അമ്മയെ പോലെയാണ്. ഞാൻ എന്ത് റെസിപ്പി ആണെങ്കിലും CW നോക്കിയേ ചെയ്യാറുള്ളൂ. ലവ് യു സോ മച്ച്. ലവ് യു ടു ഡിയർ. പിന്നെ ഒരാളുടെ കമൻറ്റ് കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ആരുടെയെന്ന് അറിയാമോ? ധന്യ കിരൺ. ഇപ്പം ജസ്റ്റ് വന്നൊരു കമൻ്റ് ആയിരുന്നു അത്. ഈ വീഡിയോ കണ്ടപ്പോൾ ബീറ്റ്റൂട്ട് പച്ചടി ഓർമ്മ വന്നു. ചേച്ചിയുടെ ആദ്യം ഞാൻ ട്രൈ ചെയ്ത റെസിപ്പി അതായിരുന്നു. അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. 8 മാസം. എനിക്ക് ബീറ്റ്റൂട്ട് പച്ചടി കഴിക്കാൻ കൊതി തോന്നി. ലവ് മാരേജ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ വളരെ കൊതിയായിരുന്നു. വൊമിറ്റിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീഡിയോ ഉണ്ടാക്കി എൻ്റെ അമ്മ ഉണ്ടാക്കി അതേ ടേസ്റ്റ്. അത് കൂട്ടി മനസ്സ് നിറയെ ചോറ് കഴിച്ചു. കുറേ കരഞ്ഞു. ഇന്ന് എൻ്റെ ബാവയ്ക്കും ഈ കറി ഇഷ്ടം. എനിക്ക് അന്ന് മുതൽ ചേച്ചിയെ വളരെ ഇഷ്ടമാണ്. ചേച്ചിക്ക് പ്രായം കുറവാണെങ്കിലും ഒരു അമ്മയോട് തോന്നുന്ന പോലത്തെ ഇഷ്ടം. നല്ല രുചികൾ നമുക്ക് അമ്മയുടെ കറികളിലാണല്ലോ. ഒരുപാട് സ്നേഹം. ലവ് യു ചേച്ചി. ഒരുപാട് സന്തോഷം തോന്നി മോളെ. ധന്യക്ക് ഞാൻ പിന്നെ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയായിട്ട് കണക്കൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് അവരിയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതാണ് 5 പേരുടെ കമൻറ്റ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും 5 പേരുടെ കമൻറ്റ് ഞാൻ വായിക്കാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭിണ്ടി മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഭിണ്ടി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിരുന്നു അത് അല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക എപ്പോഴും ഭിണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി ചൂസ് ചെയ്യുമ്പോഴും, ഭിണ്ടി മസാല ഉണ്ടാക്കാനല്ല കേട്ടോ, ഏത് കറി ഉണ്ടാക്കാൻ ചൂസ് ചെയ്യുമ്പോഴും നല്ല ടെൻഡർ ആയിട്ടുള്ള വെണ്ടയ്ക്ക, അതായത് നല്ല ഇളയ വെണ്ടയ്ക്ക ആവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒടിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കയ്യിൽ വരും. അതാണ് ഇളയ വെണ്ടയ്ക്കയാണോ എന്ന് അറിയാനുള്ള മാർഗ്ഗം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 15 ഇടത്തരം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും മതിയാകും. ഒരുപാട് വെണ്ടയ്ക്ക ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പറയാൻ പോകുന്ന അളവിൽ. അപ്പോൾ ഒരു 15 വെണ്ടയ്ക്ക എടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി വാഷ് ചെയ്ത് നന്നായി തുടച്ച് വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത വെണ്ടയ്ക്കയാണിത് കേട്ടോ. ഇനി നമുക്കിനി ഇതിനെ ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്കും ഇതേപോലെ തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ വെണ്ടയ്ക്ക മുറിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വെണ്ടയ്ക്കേനെ 3-4 ആയിട്ട് മുറിച്ചെടുക്കണം.
മുറിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ പുഴു ഉണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും, കേടുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കേടുള്ള ഭാഗമാണെങ്കിൽ മാറ്റിക്കളയാം, അതെടുക്കണ്ട. അപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 15 വെണ്ടയ്ക്ക ഇതുപോലെ മീഡിയം സൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് വെണ്ടയ്ക്ക ഉടയാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും കറിയിലിടുമ്പോഴേക്കിനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതേസമയം ഈ സെയിം റെസിപ്പി തന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നാടൻ രീതിയിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നാടൻ രീതിയിലാണെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്കിതിലോട്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അതായത് ഓവറായിട്ട് എണ്ണ വേണ്ട. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് സ്റ്റവ് ഓൺ ചെയ്യാം. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണയ്ക്ക് മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇടുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് മേലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര തുടച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലത്തെ ആ പശപ്പ് ഉണ്ടാകുമ്പോൾ ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇച്ചിരി മാറി നിന്ന് ഇട്ടോളൂ. ഇത് നമുക്കൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആവണേ. തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ടും തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ഒന്ന് വാടിയ പോലെ ആവണം, ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പശപ്പ് ഒന്ന് മാറണം, അതായത് സ്റ്റിക്കിനെസ് ഒന്ന് മാറണം എന്ന് ചുരുക്കം. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങ് എടുക്കാം. അപ്പോഴാണ് നമുക്ക് കറിയിലിടുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവുക ടേസ്റ്റ്. ഇത് മതി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അരിപ്പയിൽ ഇട്ടതിന് ശേഷം ഇതിനെ എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവൻ എണ്ണയൊന്നും പോവില്ല, എന്നാലും നമുക്ക് മാക്സിമം എണ്ണ നമുക്ക് ഇതിൽ നിന്ന് കളയാം. മൊത്തത്തിൽ കോരിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ പാത്രത്തിൽ തന്നെ സവാളയും പച്ചമുളകൊക്കെ വഴറ്റണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറക്കാൻ ഉപയോഗിച്ച എണ്ണ അത്ര എടുത്തിട്ടില്ല. അത് നമ്മൾ സെയിം വറക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വേറെ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. ആ എണ്ണയിലോട്ട് നമുക്ക് 2 സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളകും വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വാടി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ നമ്മുടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ജീരകം പൊട്ടിക്കുക. ജീരകം ഇട്ട് അത് പൊട്ടി വന്നതിന് ശേഷം മാത്രം ഈ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാനത് ചേർക്കാറില്ല. എനിക്ക് ജീരകം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്കങ്ങനെ ജീരകം കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജീരകം മൊത്തത്തിൽ ചേർക്കാറില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം സവാള നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് വേറൊരു കാര്യം ചേർക്കാനുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചതോ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞതോ ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും വായിൽ തടയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം അതിന് ഗോൾഡൻ കളർ ആയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ തീ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് തീരെ ചെറിയ തീയിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി കുറവ് മതി, 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ജീരകത്തിൻ്റെ പൊടി അതായത് ക്യുമിൻ പൗഡർ 1/4 ടീസ്പൂൺ. ഇപ്പോൾ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ റെസിപ്പി അല്ല, സാധാരണ രീതിയിലുള്ള നമ്മുടെ നാടൻ റെസിപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ജീരകത്തിൻ്റെ പൊടി ചേർത്തില്ലേ, അത് നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ സെയിം പോലെ ചെയ്താൽ മതി. ജീരകത്തിൻ്റെ പൊടി വരുമ്പോൾ നമ്മളുടെ കേരള ടേസ്റ്റ് മാറി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചെറിയ തീയിലിട്ടതിന് ശേഷം കേട്ടോ. ചെറിയ തീയിൽ തന്നെ ഇടണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇത് 2 പേർക്കുള്ള ഒരു അളവാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് എൻ്റെ വീട്ടിൽ ഞാനും ജാനും മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് 2 പേർക്കുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇതിൽ ഉലുവ ഇല ഉണങ്ങിയത് ഇടും, അതായത് കസൂരി മെത്തി ലീവ്സ് ഇടും. അപ്പോൾ അതും നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവമാണ്. നമ്മളിപ്പോൾ കേരള രീതിയിൽ ചെയ്യുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ടാൽ മതി, ഉലുവ ഇലയ്ക്ക് പകരമായിട്ട് കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് മാറ്റം വരുത്തുന്നത് തന്നെ. അപ്പോൾ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും അതനുസരിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ആ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ 1 മിനിറ്റോളം ചെറിയ തീയിലിട്ട് ഇത് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളി 1.5 കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ്. ഇപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളിയൊക്കെ ഇട്ടാൽ മതിയാകും. ഒരുപാട് പുളി കൂടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം തക്കാളിയുടെ എണ്ണം തീരുമാനിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം നമ്മുടെ തീ മാറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക ഈ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂട് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് കിടന്ന് നന്നായി തിളച്ച് എന്തെങ്കിലും ഒരു പച്ച ടേസ്റ്റ് മാറാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. വെള്ളം നമ്മളിത് വറ്റിച്ചെടുക്കും. പക്ഷേ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയൊരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇടാൻ പോവുകയാണ്. പഞ്ചസാര നിർബന്ധമില്ല, പക്ഷേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇത് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് ഉലുവയില ഉണങ്ങിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് കസൂരി മെത്തി. ഇപ്പോൾ നാടൻ റെസിപ്പി ആണെങ്കിൽ എന്ത് ചേർക്കണം? ഇതിലേക്ക് കറിവേപ്പില. അപ്പോൾ കസൂരി മെത്തി കയ്യിലെടുക്കുക. മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും നമ്മുടെ കറിക്ക്. അപ്പോഴാണ് ഒരു നോർത്ത് ഇന്ത്യൻ കറി എന്നുള്ളൊരു ഫീൽ തന്നെ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകം പൊട്ടിക്കാം. ഇതിൽ കടുകൊന്നും ചേർക്കില്ല നമ്മൾ. ഇപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിതിൻ്റെ എരിവും പുളിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എരിവൊക്കെ എനിക്ക് പാകത്തിനാണ്. എരിവില്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് എരിവിൻ്റെ അളവ് മാറ്റം വരുത്തണം കേട്ടോ. നമ്മൾ 1/2 ടീസ്പൂണാണ് ശരിക്കും പറഞ്ഞാൽ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ 2 പച്ചമുളകും. പിന്നെ മറ്റേത് കാശ്മീരി മുളക് പൊടിക്ക് ഒന്നും എരിവൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക ചേർക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഉടയ്ക്കാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കിടന്ന് വെണ്ടയ്ക്ക നന്നായിട്ട് കുക്കാവട്ടെ. അതായത് നമ്മൾ വറുത്തിട്ടല്ലേ ഉള്ളൂ. ഇതിൽ കിടന്ന് കുക്കാവണം കുറച്ചും കൂടെ. അപ്പോഴാണ് മസാലയൊക്കെ വെണ്ടയ്ക്കയിലേക്ക് പിടിക്കുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. അടയ്ക്കേണ്ട. ഇനി വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുളിയൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി തക്കാളി ചേർക്കണ്ട. അതിന് പകരമായിട്ട് അവസാനം മാത്രം ലൈറ്റായിട്ട് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ആംചൂർ പൗഡർ ഇടാം. ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ ഡ്രൈ മാംഗോ പൗഡർ. നമ്മൾ മാങ്ങയില്ലേ, പച്ചമാങ്ങ ഉണക്കിയിട്ടുള്ള പൊടിയാണ് ആംചൂർ പൗഡർ. അപ്പോൾ അതും നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്യാണ്. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് മല്ലിയില തൂകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല പക്ക കറി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയ റെസിപ്പിയാണ്. സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് റൊട്ടിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ, ഈവൻ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ കേരള രീതിയിലാണെന്നുണ്ടെങ്കിലും സംഭവം കുശാലാണ്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഭിണ്ടി മസാല എന്നുള്ള ചോദിച്ച കാരണം മാത്രമാണ് ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി കേരള രീതിയിലും കേട്ടോ. ഇതാ നമ്മുടെ ഭിണ്ടി മസാല ഞാൻ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചപ്പാത്തി കഴിക്കാൻ. അത്ര
അത്രയും ഗംഭീരമായിട്ടുണ്ട്. ഞാൻ കള്ളം പറയണമെന്നല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. അപ്പോൾ തൽക്കാലം ബ്രെഡിൻ്റെ കൂടെ കഴിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഇത്രയും തിക്കാവുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം, അതല്ലെങ്കിൽ ഇത്രയും തിക്കാക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് കണ്ടോ എന്ത് രസമായിട്ടൊരു ഗ്രേവി ഇരിക്കുന്നത് നോക്കൂ. അടിപൊളിയായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം വെണ്ടയ്ക്കയുടെ കഷ്ണം കഴിച്ച് നോക്കട്ടെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. വെണ്ടയ്ക്കൊന്നും ആരും പറയില്ല, അത്രയും ഗംഭീരമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഉപ്പിടുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അസലായിട്ടുള്ള ഭിണ്ടി മസാല തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു മണ്ണുണ്ട്. കടലി കുലക് കിടയ കിടേ മെച്ചത്തിൽ നന്നായി പുറത്ത പുറത്തു പഴുത്ത പുഴുത്താണ് മീനിങ് വരെ പറുട്ട പറുട്ട പറയുന്നത് എന്താ ക്യാമറ എടുക്കുന്നത് ചാച്ച പഴങ്ങളും ഉച്ചത്തിൽ നന്നായി ഇതെന്താ ചെറിയ ഉള്ളി. വെരി ഗുഡ്. ഇത് വായിക്കണം കേട്ടാ. നിൽക്കുന്നു വാഴകൾ വെരി ഗുഡ്. തുവരപ്പരിപ്പ്. തുവരപ്പരിപ്പ് എന്ന് പറഞ്ഞ പരിപ്പ് ദാൽ പമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. മീനില്ല, നാളെ ഉണ്ടാക്കി തരാം. കുമ്പളങ്ങക്കറി നാളെ ഉണ്ടാക്കി തരാം. ഒന്നും കൊടുക്കാണ്ട് കെടുത്തിക്കണം കുട്ടീനെ. എത്ര ദിവസമായി അത് ഭക്ഷണം കഴിച്ചു? അയ്യോ പാവ, വയറൊന്നും ഇല്ലാത്ത കുട്ടിയാണല്ലോ.